എവ്രിവൺ ആൻഡ് നമ്മുടെ കാശ്മീർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാശ്മീരിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ടൈം ഒട്ടും കളയില്ലാത്തതുകൊണ്ട് തന്നെ വന്ന് ജസ്റ്റ് ഫ്രഷായി ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് നമ്മുടെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവോ? ഇതാണ് ഡാൽ ലേക്ക് കേട്ടോ. ഇവിടെയാണ് ഷിക്കാര റൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ അല്ല ഫസ്റ്റ് പോകുന്നത്. റിട്ടേൺ വരുന്ന ടൈമിൽ നമുക്ക് നോക്കാം, അന്നേരം പറ്റുന്ന പോലെ. ഇവിടെ ഫസ്റ്റ് പോകുന്നത് ഏഷ്യ ലാർജസ്റ്റ് തുലിപ് ഗാർഡൻ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനിലേക്കാണ്. എൻ്റെ ദൈവമേ, നമ്മൾ ഈ തുലിപ് ഗാർഡൻ എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് വരുന്ന വഴിയെ കാണിക്കാം. ഈ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും CRPF, JK പോലീസ്, പിന്നെ ആർമീസ്, ഇവരെ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എന്നാലും ഈ കാശ്മീരിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ച് പോകുന്നത് ഇതാണ് നമ്മുടെ ഭയ്യ, അഫ്സൽ ഭയ്യ. ലക്കിന് കിട്ടിയാട്ടോ നമുക്ക് ഈ ഭയ്യനെ. അപ്പം നമ്മളിവിടെ എത്തി. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഭയ്യ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വാ, എന്നെ വിളിച്ചാൽ മതി വരുമ്പം, ഞാനിവിടെ തന്നെയുണ്ട്, എത്ര ടൈം ആണല്ലോ എടുത്തോ എന്ന് പറഞ്ഞ് ദേ നമ്മളിവിടെ ഇറങ്ങി. ഒന്നും പറയാനില്ല. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നടപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറീസാണ് നമ്മളിവിടെ കാണുന്നത്. ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ. ഈ പൂക്കൾ എന്ന രസം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇവിടെ. ഇങ്ങനെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നടന്നു പോകുന്ന വഴിക്ക് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാലോ അകത്ത് കയറി കഴിയുള്ളൊരവസ്ഥ. എൻ്റെ പൊന്നെ, ഇത് നമ്മളങ്ങനെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പോൾ ആളില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറാൻ പറ്റി. ഇത് കഴിഞ്ഞപ്പോൾ ഉള്ള തിരക്ക് നിങ്ങൾ നോക്ക്. എൻ്റെ പൊന്നെ, നമ്മൾ വിചാരിച്ചു ഈ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ നമ്മൾ ക്യൂവിൽ നിന്ന് തളർന്ന് അഴിഞ്ഞു പോയേനെ. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂവിൽ നിൽക്കാൻ പറ്റി. ടിക്കറ്റ് കിട്ടി നമ്മൾ അകത്ത് കയറി. Oh my God. Look at പോലീസാണ് മോനെ. നോക്ക്, ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആകട്ടോ. കയറുന്നിടത്തെയാണ്. നമ്മൾ ഇവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്. ബിക്കോസ് നമുക്ക് അകത്തോട്ട് പോകാൻ തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം നമുക്ക് ഒരു പിടുത്തം ഇല്ലായിരുന്നു. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പം മറ്റേ ആന കരിമ്പും കാട്ടി കയറിയൊരവസ്ഥയായിരുന്നു. ആൾക്കാർ, ബഹളം, എൻ്റെ പൊന്നെ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും എങ്ങോട്ട് പോകണം എവിടെ പോകണം എന്ന ഒരു പിടുത്തം ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇത് നിൽക്കുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ, ഈ എന്ത് പറയുന്നത്, അതുപോലെ ബ്യൂട്ടിഫുള്ളാണ്. അത്രയ്ക്ക് നമ്മളെ പിടിച്ച് നിർത്തുന്ന ആ ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെ. എൻ്റെ മാനേ, ചേട്ടാ ഇത് എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തുതരാന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേളാണ്. നമ്മൾ പിന്നെ ഫോട്ടോസ് കേൾക്കുമ്പോൾ മറ്റേ ചത്ത് കിടക്കുമല്ലോ, വേറെ പറയാൻ കാര്യമൊന്നുമില്ല. മറ്റേത് tulips.
മണമൊന്നുമില്ല. പാട്ടൊക്കെ ദും നോക്കണം. ഇത് ഇപ്രാവശ്യം ഏതാണ്ട് 2024 മാർച്ച് 23 തോന്നുന്നു തുലിപ്സ് ഓപ്പൺ ചെയ്തത്. നമ്മൾ വന്നേക്കുന്നത് ഏപ്രിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. ഇവിടെ ഞാനിപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വെയിലുണ്ട്, അതുകൊണ്ട് കേട്ടോ, വേറെ ഒന്നും നമ്മൾ വിചാരിക്കരുത്. പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ ചേട്ടാ എന്നോട് പറഞ്ഞു കുറേ നടക്ക്, നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാം, ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്നെക്കൊണ്ട് നടത്തിക്കുക. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് കാരണം ഇത് ഒരു എന്താ പറയുന്നത്, ഒരു 30 ഹെക്ടറിൽ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നും വിചാരിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നടക്കുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷേ നല്ല നടപ്പാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ ചേട്ടായിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് എടുക്കണം, അത് നോക്കണം, ഇതെടുക്കണം, മറ്റെടുക്കണം, മറിച്ചെടുക്കണം. മറ്റേ ഞാൻ പറഞ്ഞില്ല, ശരിക്കും കരിമ്പിക്കാട്ടി കയറി ആന, അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. പിന്നെ വല്ലതും പറയണോ? അവിടെ ഇരിക്കും താഴ്ത്തിരിക്കും. നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ 2007 ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ ഈ തുലിപ് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത്. എന്താ ഇതിൻ്റെ മെയിൻ എയിം എന്നായിരുന്നു വെച്ചാൽ ഇവരുടെ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ടൂറിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതായത് കാശ്മീർ വാതിൽ ശരിക്കും ബൂസ്റ്റ് ആയിട്ടുണ്ട്, ബിക്കോസ് അതുപോലെ ഉണ്ട്. അതായത് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കൽ വിടുപോയില്ല, കുറേ സെൽഫീസും അതും ഇതെല്ലാം എടുത്ത് കുറേ പേരെ കൊണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുപ്പിച്ചായിരുന്നു കേട്ടോ. നമ്മളും കുറേ പേർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. ഇത് കുറച്ച് എൻ്റെ പട്ടി ഷോസാണ്, എൻ്റെ പട്ടി ഷോസ്. ഇതിനെല്ലാം കൂട്ടി നിൽക്കാണ്ട് കിട്ടിയത്. പിന്നെ പറയണോ, ഞാൻ ചീത്തയാവത്തില്ലേ? പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു വാട്ടർ മൗണ്ടെയിൻ, ഒരു ചുമ്മാ കുറച്ചൊരു ഏരിയയുള്ളൂ, കുറച്ച് ചുമ്മാ വെള്ളമൊക്കെ കളിക്കുന്ന, വെള്ളം ചാടുന്ന ആ ഒരു ടൈപ്പും. അപ്പം ചേട്ടാൻ കൊണ്ട് നടന്നു. അപ്പം ഞാൻ ചെയ്ത് ഫുൾ വ്യൂ ഒരു കുഞ്ഞു പോർഷനിലെ ആട്ടോ അങ്ങനെ ഇതെടുത്ത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്നെ നോക്കുന്ന പോലും ഇല്ല, അങ്ങ് പോയേക്കുക. കുറേ അപ്പറമാരുടെ അമ്മമാരുടെ ഇടയ്ക്ക്. ഇതാരാണ്? സുന്ദരൻ. ഞാൻ കാശ്മീർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പുച്ഛമായിരുന്നു. ഇപ്പം കണ്ടോ കുറച്ച് സ്ലോ മോഷൻ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കാശ്മീരിൽ പോകണം പറഞ്ഞിട്ട് ചേട്ടാ എന്നെ എപ്പോഴും തരുകയാണ്. പിന്നെ കാശ്മീർ എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനത് കൊണ്ടുപോയിട്ട് ഇപ്പം കാശ്മീരിൽ നിന്ന് പോരണ്ടാത്ത ആൾ ചേട്ടായിയാണ്. ബിക്കോസ് ഇത് എന്നതാടി ഇവിടുന്ന് പോകണമെന്നും ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മളിത് തുലിപ് ഗാർഡനിൽ നിന്ന് 3-4 മണിക്കൂറിൻ്റെ സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. സത്യം പറഞ്ഞാൽ ഇറങ്ങാനായിട്ട് ഒരു ആഗ്രഹമില്ല, പക്ഷേ പോയല്ലേ പറ്റൂ, നമുക്ക് അടുത്ത സ്ഥലം പിടിക്കണ്ടേ. ഇതാണ് തുലിപ്സിൻ്റെ ക്ലോസ് വ്യൂ. ഇത് കുറച്ച് ശരിയായിട്ട് നമ്മൾ ഇറങ്ങുന്ന സൈഡിലാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാണ്, ഒരു ഫൈനൽ ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ. പുറത്തോട്ട് നമ്മൾ ഇറങ്ങുന്ന എക്സിറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യൂ ഇതാണ്. അപ്പം